പശ്ചിമേഷ്യയുടെ ചരിത്രത്തെയും ആഗോള ഭൗമരാഷ്ട്രീയത്തെയും എന്നേക്കുമായി മാറ്റിമറിക്കാൻ പോന്ന അതീവ നിർണായകമായ ഒരു വൻ അട്ടിമറി വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അമേരിക്കയുമായി നിലനിൽക്കുന്ന കടുത്ത സൈനിക സംഘർഷങ്ങൾക്കും യുദ്ധസമാനമായ സാഹചര്യങ്ങൾക്കും അന്ത്യം കുറിക്കാൻ ഇറാൻ മുന്നോട്ട് വെച്ച ഒരു അപ്രതീക്ഷിത നിബന്ധന അന്താരാഷ്ട്ര സമൂഹത്തെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ്. തങ്ങളുടെ പക്കലുള്ള അതീവ സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ വൻ ശേഖരം അമേരിക്കയ്ക്കോ അന്താരാഷ്ട്ര സമിതികൾക്കോ കൈമാറുന്നതിന് പകരം ചൈനയ്ക്ക് നേരിട്ട് കൈമാറാൻ ഇറാൻ തയ്യാറെടുക്കുന്നു എന്നതാണ് ആ രഹസ്യം. ദോഹയിൽ നടക്കുന്ന സമാധാന ചർച്ചകളിൽ നിന്ന് ചോർന്ന ഈ സ്ഫോടനാത്മക വിവരങ്ങൾ ആഗോളതലത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തെ ഒട്ടും വിശ്വാസമില്ലെന്ന കടുത്ത നിലപാടിലാണ് ഇറാൻ ഇപ്പോഴുമുള്ളത്. കരാറുകളിൽ ഒപ്പിട്ട ശേഷം അതിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറുന്ന അമേരിക്കൻ ശൈലിയെ ഇറാൻ പൂർണ്ണമായി ഭയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന സമാധാന കരാറിന്റെ ഏറ്റവും വലിയ തന്ത്രപരമായ ജാമ്യക്കാരനായി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് നേരിട്ട് രംഗത്തിറങ്ങണമെന്നാണ് ഇറാന്റെ പ്രധാന ആവശ്യം. അമേരിക്കയുമായുള്ള സമാധാന ഉടമ്പടി ഒരിക്കലും പിന്നോട്ടു പോകാത്ത രീതിയിൽ സുരക്ഷിതമാക്കാൻ ചൈനയുടെ ഔദ്യോഗിക സാന്നിധ്യത്തിന് മാത്രമേ കഴിയൂ എന്ന് ടെഹ്റാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഈ നിർണായക ഘട്ടത്തിലാണ് അയൽരാജ്യമായ പാകിസ്ഥാന്റെ അടിയന്തര ഇടപെടലും ചർച്ചകൾക്ക് വേഗത കൂട്ടുന്നത്. പാക് സൈനിക മേധാവി ജനറൽ അസീം മുനീർ ദോഹയിലേക്ക് അടിയന്തരമായി തിരിക്കുകയും അവിടെ വെച്ച് സമാധാന ചർച്ചകളുടെ അവസാനവട്ട മധ്യസ്ഥത ചട്ടക്കൂടുകൾക്ക് രൂപം നൽകാൻ ശ്രമിക്കുകയും ചെയ്യുന്നതായാണ് റിപ്പോർട്ടുകൾ. അമേരിക്കയുടെയും ഇറാന്റെയും താൽപര്യങ്ങളെ ഒരുപോലെ പരിഗണിച്ചുകൊണ്ട് ചൈനയുടെ കാവലിൽ ഈ ആണവ കരാർ എങ്ങനെ പ്രായോഗികമാക്കാം എന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ ദോഹയിൽ തീവ്രമായ ചർച്ചകൾ നടക്കുന്നത്.